നമസ്കാരം. ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾക്കെതിരായ സൈനിക ആക്രമണങ്ങൾക്ക് അംഗീകാരം നൽകണമെന്ന് ആവശ്യപ്പെട്ട അമേരിക്കയിൽ സമ്മർദ്ദം തുടരുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇറാനുമായി നേരിട്ട് ചർച്ചകൾ നടത്താനൊരുങ്ങുന്നു എന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം വരുന്നത്. ചർച്ചകൾക്കുള്ള അമേരിക്കയുടെ ആഹ്വാനങ്ങൾ ഇറാൻ നേരത്തെ തന്നെ നിരസിച്ചതാണ്. മാർച്ച് 7-ന് വൈറ്റ് ഹൗസിൽ വെച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനൊപ്പം നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ട്രംപ് ഈ പ്രഖ്യാപനം നടത്തുന്നത്. ഒരു കരാർ ഉണ്ടാക്കുന്നതാണ് നല്ലതെന്ന നിലപാടിലാണ് ട്രംപ് നിലവിലുള്ളത്. കാരണം അടിക്ക് തിരിച്ചടി എന്ന നിലപാടിൽ നിൽക്കുന്ന ഇറാനുമായി ഒരു യുദ്ധത്തിനുള്ള കെൽപ്പൊന്നും അമേരിക്കൻ പടയ്ക്കിപ്പോൾ ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു യുദ്ധത്തിന് ട്രംപായിട്ട് ഒരു തുടക്കമിടാനും പോകുന്നില്ല. കാരണം പിന്നീട് അമേരിക്കയ്ക്ക് എന്ത് സംഭവിക്കുമെന്ന് ട്രംപിന് നന്നായി തന്നെ അറിയാം. ഇറാന്റെ ആണവ അഭിലാഷങ്ങൾ നിയന്ത്രിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾ പരാജയപ്പെട്ടാൽ വലിയ അപകടത്തിൽപ്പെടുമെന്ന് മുന്നറിയിപ്പ് നൽകിയ ട്രംപ് അത്തരമൊരു നീക്കത്തെക്കുറിച്ച് സ്വപ്നത്തിൽ പോലും വിചാരിച്ചാൽ പിന്നെ അതിന് മറുപടി പറയുക ഇറാന്റെ ഭൂഗർഭ അറകളിൽ വൻ നശീകരണ ശേഷിയുള്ള മിസൈലുകളായിരിക്കുമെന്നതിൽ സംശയമില്ല. ലോകമെമ്പാടുമുള്ള അമേരിക്കയുടെ സ്ഥാപനങ്ങൾ തരിപ്പണമാക്കാനുള്ള മിസൈലുകൾ ഇറാൻ സജ്ജമാക്കിയിട്ടുണ്ട് എന്ന് ഇറാൻ ഭരണകൂടവും വ്യക്തമാക്കിയിട്ടുണ്ട്. വിക്ഷേപിക്കാൻ തയ്യാറായ ഈ മിസൈലുകളിൽ ഗണ്യമായ എണ്ണം രാജ്യത്തുടനീളം സജ്ജീകരിച്ചിട്ടുള്ള ഭൂഗർഭ അറകളിൽ ഭദ്രമാണ്. അവ വ്യോമാക്രമണങ്ങളെ ചെറുക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളവയാണ് എന്ന് ഇറാൻ ഔദ്യോഗിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് ടെഹ്റാൻ ടൈംസ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആണവ കരാറുമായി ബന്ധപ്പെട്ട് നിരന്തരം ചർച്ചകൾ നടക്കുന്നുവെന്നല്ലാതെ തീരുമാനമെടുക്കാൻ ഇറാൻ വൈകുന്നതിൽ ഏറെ പ്രകോപിതനായിട്ടാണ് ഇറാനെതിരെ ട്രംപ് നേരത്തെ ബോംബ് ഭീഷണി അടക്കം മുഴക്കിയത്. ഇറാനിൽ ബോംബിടാൻ പണ്ടേ ആഗ്രഹിച്ചിരുന്ന നെതന്യാഹുവിന് പക്ഷേ ട്രംപിന്റെ ഈ പ്രഖ്യാപനം അത്ര ബോധിച്ചിട്ടില്ല എന്നാണ് മുതിർന്ന രാഷ്ട്രീയ വിശകലന വിദഗ്ധനായ മർവാൻ ബിഷാര അഭിപ്രായപ്പെട്ടത്. എന്നാൽ ട്രംപ് വളരെ കാലമായി ഒരു കരാറാണ് ആഗ്രഹിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇറാനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തോടെ ഇറാന്റെ പ്രതിരോധം ദുർബലമായെന്ന വിശ്വാസത്തിലാണ് നെതന്യാഹു. അതുകൊണ്ടാണ് അമേരിക്കയെ മുൻനിർത്തി ഇറാനെ അവസാനിപ്പിക്കാൻ ആണവ ചർച്ചയെ ഒരു മികച്ച അവസരമാക്കി മാറ്റാൻ നെതന്യാഹു ശ്രമിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ലോകത്തിലെ മറ്റ് രാജ്യങ്ങളുമായി വ്യാപാര യുദ്ധങ്ങൾ നടക്കുമ്പോൾ പോലും ഇറാനുമായി ഒരു യുദ്ധത്തിൽ ഏർപ്പെടാൻ ട്രംപ് ആഗ്രഹിക്കുന്നില്ല. മാത്രമല്ല ഇറാന് ലഭിക്കുന്ന പിന്തുണയും അത്തരത്തിലാണ്. റഷ്യയും ചൈനയും ഉത്തര കൊറിയയും എല്ലാം തന്നെ ഇറാന് പിന്തുണയുമായി സജീവമായി ഉണ്ട് എന്നാണ് ഇപ്പോൾ അറിയുന്നത്. അതുകൊണ്ട് തന്നെ ഇറാനെ തൊട്ടാൽ മറ്റ് രാജ്യങ്ങളും ഈ രംഗത്തേക്ക് കടന്നു വരും. അങ്ങനെ വരുമ്പോൾ ഈ ശക്തികളെല്ലാം വൻതോതിൽ കൂടിയാൽ അമേരിക്കക്കെതിരെ തിരിഞ്ഞാൽ അത് ട്രംപിന്റെയും അമേരിക്കയുടെയും അവസാനമായിരിക്കുമെന്ന് പറഞ്ഞാലും തെറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് എന്തിനും എടുത്തുചാട്ടം കാണിക്കുന്ന ട്രംപ് ഇപ്പോൾ ഒന്ന് പതുങ്ങിയിരിക്കുന്നത്. ഏതൊരു തീരുമാനത്തിന് മുൻപും വിദഗ്ധാഭിപ്രായം തേടുന്നതും സമചിത്തതയോടെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതും, അതായത് ഇറാന് നേരെ മാത്രം ചെയ്യുന്നതും അതുകൊണ്ട് തന്നെയാണെന്ന് വ്യക്തമാണ്. ഹൂതികൾക്ക് നേരെ ആക്രമണം നടത്തുമെന്ന് പറയുന്ന ട്രംപ് തന്നെ അവിടെയും മെല്ലെപ്പോക്ക് നയമാണ് കാണിക്കുന്നത്. ഇതിനോടകം തന്നെ ഹൂതികളെ പലതവണ ആക്രമിച്ചു. മാത്രമല്ല കോടിക്കണക്കിന് രൂപ യുദ്ധ ഉപകരണങ്ങൾക്കായി മറ്റുമായി ചെലവഴിച്ചിട്ടും ഹൂതികളുടെ ആ ഒരു പഴയ ശക്തി സ്രോതസ്സിനെ ഒന്നും തകർക്കാൻ ഇതുവരെയും അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല. ഇത്തരത്തിൽ ഗണ്യമായി കാശ് പൊടിച്ച് ഓരോ പണികൾ ചെയ്യുമ്പോഴും അമേരിക്കൻ പടയ്ക്ക് തന്നെ വലിയ തോതിൽ വിഷമമുണ്ട് എന്നാണ് അറിയുന്നത്. കാരണം ട്രംപിന്റെ പ്രഖ്യാപനങ്ങൾ മാത്രമാണ് നടക്കുന്നത്. അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് അങ്ങനത്തെ അത്തരം കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതേസമയം ഇറാന്റെ കാര്യത്തിലും അത് തന്നെയാണ് ഇപ്പോൾ ട്രംപ് നോക്കുന്നത്. ഇറാനെ തൊടുകയാണെങ്കിൽ തിരിച്ചടി കിട്ടുമെന്ന് നന്നായി തന്നെ ട്രംപിനറിയാം. ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ച് അമേരിക്കയുമായി നേരിട്ട് ചർച്ചകൾ നടത്താനുള്ള സാധ്യതയെ അർത്ഥശൂന്യമെന്നാണ് ഇറാൻ ഇപ്പോൾ പറയുന്നത്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിക്ക് അയച്ച കത്തിൽ രാജ്യങ്ങൾക്കിടയിൽ ഒരു ചർച്ച ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ട്രംപ് പറയുന്നതിന് പിന്നാലെയായിരുന്നു അരാഗ്ജിയുടെ പരാമർശവും. 2018-ൽ തന്റെ ആദ്യ ടൈമിൽ ട്രംപ് 2015-ൽ ഇറാനും ലോകശക്തികളും തമ്മിലുള്ള ആണവ കരാറിൽ നിന്ന് അമേരിക്ക പിന്മാറുകയും ഉപരോധ ഇളവുകൾക്ക് പകരമായി ഇറാന്റെ ആണവ പ്രവർത്തനങ്ങൾക്ക് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു.